ഒന്ന് സൂം ചെയ്യണം. അടിവശത്ത് വേറെ ഒരു ടാഗോ ഒരു സാധനവും വരാൻ പാടില്ല. നമ്മുടെ ഇനി ആരെങ്കിലും ടോക്കൺ ഇതിനകത്ത് നിക്ഷേപിക്കാനുണ്ടോ? ഉണ്ടോ ആരെങ്കിലും? അതാണ് അടുത്ത ഭാഗ്യവാനെ കണ്ടെത്തണം. കറക്റ്റ് സൂം ചെയ്തോളണം. നമ്മുടെ ഈ ഒരു ബോക്സ് ആണ് നമ്മുടെ ഇതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആശ്രയ സമ്മാന പെരുമഴ ഇതിൽ ആദ്യത്തെ ഞെരുക്കെടുപ്പിലെ 1ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ ലഭിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം അത് നോക്കണം. ഇതാണ് ഞങ്ങളുടെ ഇത് VMTV ന്യൂസിൻ്റെ പേര്, ഹൗസ് നമ്പർ 3. അതാണ് നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലം, ശാന്തി നഗർ, തിരുവനന്തപുരം. 97 45 48 16 60 എൻ്റെ നമ്പറാണ്. ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നവരെല്ലാം ഒരു കുഴപ്പം എന്തെന്നറിയാം, ഇത് കഴിയുമ്പോഴത്തേക്കും നമ്പർ വലിച്ചെറിഞ്ഞ് കളയും. ഞങ്ങൾ ഓൾറെഡി ഈ നമ്പറുകളെല്ലാം നമ്പറുകളാണ്. അത് നോക്കണം. നമ്മൾ ആ സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന 1 ഗ്രാം ഗോൾഡ് കോയിനാണ്. നിങ്ങൾക്ക് GST ബില്ലോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതോടൊപ്പം തീർന്നില്ല, ജയിച്ചെടുക്കും. ഞങ്ങൾ ഒരു ട്രസ്റ്റും പ്രൈവറ്റ് ലിമിറ്റഡ് ചാനലും ആയതുകൊണ്ട് സമ്മാനം കൈപ്പറ്റുന്നതും നമുക്ക് രേഖാമൂലമാണ്. അതുതന്നെയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി നിങ്ങളെ തന്നെ ഒരു സ്റ്റിക്കർ ഓൾറെഡി നമ്മളിവിടെ ഒട്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ഉൾപ്പെടെ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി നിൽക്കുന്നത്. കാരണം ഇന്നത്തെ കാലം അറിയാമല്ലോ, നിരവധി ചാരിറ്റി തട്ടിപ്പുകൾ നടക്കുന്നതാണ്. ഈ ചാരിറ്റി തട്ടിപ്പുകളെക്കുറിച്ചും പരാതി എല്ലാ പോലീസ് സ്റ്റേഷനിലും എനിക്കുള്ള പരാതിയുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പരാതികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം ഈ അർഹതപ്പെട്ടവർ ചാരിറ്റി ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1882 ആക്ട് ഉണ്ട്, 115 പേജുണ്ട്. ഈ 115 പേജിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം ലഭിക്കേണ്ട ആൾ, ഇതെല്ലാം ഞങ്ങൾ ആ ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെ കാറ്റഗറിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ സഹായിയാണ് ഈ ഒരു VMTV ന്യൂസ് ചാനൽ. ഇതും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. VMTV ന്യൂസും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആദ്യം ഞെരുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വരൂ വരൂ. ഇപ്പോൾ നോക്കണം, കറക്റ്റ് സൂം ചെയ്തേക്കണം. അതുപോലെ ഫോട്ടോ എടുക്കണം. നെറ്റിൽ എന്തെങ്കിലും കട്ടാവണമെന്ന് ശ്രദ്ധിച്ചോളണം. കാരണം 1000 രൂപ ഒരാൾ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ 11 കുടുംബവും അതോടൊപ്പം തന്നെ 1000 രൂപ മുടക്കുന്ന ഓരോരുത്തർക്ക് തുല്യ പ്രാതിനിധ്യമാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ 11ഓളം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ അവരെയും അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടി സീസൺ 2 എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ എന്തായാലും ഈ ഒരു പദ്ധതി എല്ലാ വർഷവും നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഈ 11ഓളം കുടുംബങ്ങളെ ഞങ്ങൾക്ക് അവരെ ജീവിതത്തിലോട്ട് പറക്കാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് ഏറ്റവും വലിയ പുണ്യമെന്ന് ഞങ്ങൾ ആക്കുന്നതിൻ്റെ ഭാഗമായാണ് അവരെയും കൂടെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. തികച്ചും സുതാര്യമായ രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു ഞെരുക്കെടുപ്പ് നടത്തുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഇതിൽ ഫസ്റ്റ് വിന്നർ എഴുതിക്കൊള്ളേ. അതോടൊപ്പം രജിസ്റ്റർ ബുക്ക് വേറെ ഒരെണ്ണമുണ്ട്, അതും കൂടെ വേണമെങ്കിൽ സിസ്റ്റത്തിലെല്ലാം കറക്റ്റായിരിക്കും ആയിക്കോളും. അപ്പോൾ ഇതിൽ നോക്കുക, കറക്റ്റ് സൂം ചെയ്യണം. അടിവശത്തൂടെ ഒന്നും പോകരുത്, ഇതെടുത്തോളണം. ഓക്കെ. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഈ ഒരു സാധനം ഒന്ന് കലക്കുകയാണ്. ഇവിടെ പൊട്ടിയിരിക്കുന്നത് പറഞ്ഞൊരു പരാതി വന്നു അല്ലേ? അതെ.
ഒന്ന് കലക്കും വേണം. അതെ 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 അതെ, നല്ലതുപോലെ ഒന്ന്. അതെ, ഒന്ന് ശ്രമിക്കൂ, മാക്സിമം ഒന്ന് കലക്കൂ. ഇതാണ് നമ്മുടെ ഒന്നാം സമ്മാനം ലഭിച്ച ആൾ. അദ്ദേഹത്തിനെ കൊണ്ടുതന്നെ ഞങ്ങൾ ആദ്യത്തെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ആളിൻ്റെ ടോക്കൺ എടുക്കുകയാണ്. ഓക്കെ, ഇത് ഒട്ടിക്കില്ലല്ലോ. തിരിഞ്ഞ് നിന്നെടുക്കണം, കണ്ണടയ്ക്കണം, തിരിഞ്ഞ് നിന്നൊരു ടോക്കൺ ഷട്ട്ലൈൻ ചെയ്തിട്ട്, അതെ മൊത്തം ഷട്ട്ലൈൻ ചെയ്തിട്ട് ഒരെണ്ണം എടുത്താൽ മതി. 12,543 അടുത്ത ഗോൾഡ് കോയിന് അർഹനായ ആൾ. 15 അന്ന ഫാത്തിമ വഴിക്കടവ് അല്ലേ? അന്ന ഫാത്തിമ വഴിക്കടവ് എന്ന വ്യക്തിക്കാണ് ഒന്നാം സമ്മാനമായ 12,543. ധനുജ മേഡം തന്നെ രണ്ടാമത്തെ ആളിനെ തിരഞ്ഞെടുക്കണം. ഓ ഓ 12,380 ഹഫീസ് റഹ്മാൻ നെടുമങ്ങാട്. നമ്മളെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആദ്യമായിട്ട് ഒരെണ്ണം അടിച്ചേക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പേര് പറയൂ. ഹഫീസ് റഹ്മാൻ നെടുമങ്ങാട്. ഹഫീസ് റഹ്മാൻ നെടുമങ്ങാട്. 12,380. കണ്ണടച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് 12,601. 12 ക്യാമറമാൻ അതിൽ ഒട്ടിയിരിക്കണേ പറയണേ. നമ്മുടെ കഴിഞ്ഞ സമ്മാനത്തിൽ ഒന്നാം സമ്മാനം നേടിയ നമ്മുടെ ഷിബു ചാക്കയുടെ ഭാര്യയാണ് ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ മിക്സി ആളിനെ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ പേര് ശാന്തി. 12,431. കൃഷ്ണ മുരളി. സ്ഥലം സൗത്ത് മുഴുവന്നൂർ. മുഴുവന്നൂരാണ് സ്ഥലം. ഫോൺ നമ്പറും ഉണ്ടല്ലോ. ടോക്കനുകളും അങ്ങോട്ട് ഞാൻ ചേഞ്ച് ആയി പോലും.
അടുത്ത മിക്സിയുടെ ആളാണ്. വെറും 16 നോക്കട്ടെ. അതെ അതെ അതെ. അപ്പോൾ ഇനി 3 മിക്സിയാണ് ബാക്കിയുള്ളത്. 3 സമ്മാനങ്ങളും കൂടെ ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾ വന്നിട്ടില്ല, അവർ വരാൻ പെട്ടെന്ന് വരൂ. ഒരാളും കൂടെ വരണം. ഇനി ഒരാളും കൂടെ വേണം. ഇതൊന്ന് കലക്കിയിട്ട് ഇതിൽ നിന്നൊരു ടോക്കൺ എടുക്കണം. നല്ലതുപോലെ കലക്കണം. നോക്കാതെ എടുക്കണം. ഇങ്ങോട്ട് നോക്കണം. 1106 നമ്പർ. 1106 ആരാണ്? സുബൈർ ഫ്രം മലപ്പുറം. സമ്മാനം കൂടെയാണ് ബാക്കിയുള്ളത്. തിരിഞ്ഞിരുന്ന് പറഞ്ഞു കൊടുക്കണം. $20.50 ാണ് അടുത്ത സമ്മാനം ലഭിച്ച ആള്. അപ്പോൾ ഇനി ഒരു മിക്സിയും കൂടെയാണ്. ഒരെണ്ണം എടുക്കും, കണ്ണ് തുറക്കാൻ പാടില്ല. അല്ലേ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ സുതാര്യമായിട്ടാണ് ഈ ഒരു ഞറുക്കെടുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ടോക്കൺ നമ്പർ കിട്ടുമ്പോഴേ ആളിൻ്റെ പേര് കറക്റ്റായിട്ട് ഞങ്ങൾ സിസ്റ്റത്തിൽ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് കിട്ടാൻ കാരണം. പിന്നെ ഇന്ന് തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതെ തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ ഞങ്ങൾ മെയ് 14 തീയതി നടന്ന ഞറുക്കെടുപ്പിൽ 1ാം സമ്മാനം എടുത്തതാണ് ഷാനിയ മേഡമായിരുന്നു അല്ലേ? ഷാനിയ മേഡത്തിന് ഇന്ന് കുട്ടിയുടെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്വക്കേറ്റുമാരെല്ലാം എല്ലാവരും അവരെല്ലാം വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരാരും എത്താത്തത്. എന്തായാലും ഞങ്ങളുടെ അന്നത്തെ നടന്ന കഴിഞ്ഞ മാസം 14 തീയതി നടന്ന ആ ഒരു ഞറുക്കെടുപ്പിൽ പ്രൊഫഷനായ നമ്മുടെ ഷാനിബ മേഡം അഡ്വക്കേറ്റായിരുന്നു ആ ഒരു അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കാനായി തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സമ്മാനം നമ്മുടെ പ്രിയ ധനുജ മേഡം നൽകുകയാണ്. നോക്കണം അത് കറക്റ്റായിട്ട് ഇതാ ബില്ലും ഇതാ 1 ഗ്രാം അതെ ജുവലറിയുടെ പേരുമുണ്ട്. അതോടൊപ്പം ഉണ്ട് 1 ഗ്രാം ഗോൾഡ് കോയിനാണ് ഞങ്ങൾ ആ സമ്മാനത്തിൽ 1ാം സമ്മാനമായി പറഞ്ഞിരുന്നത്. ആ ഒരു ഗോൾഡ് കോയിന് അതിൻ്റെ GST ബില്ല്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞങ്ങളുടെ ഈ ഒരു VMTV ന്യൂസ് വിഘ്നേശ്വര മീഡിയ TV പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ അതിൻ്റേതായ രജിസ്ട്രേഷനുകൾ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അദ്ദേഹം ഞങ്ങളുടെ ഒരു ഓക്കെ. അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നത്. ഓക്കെ. അതോടൊപ്പം അദ്ദേഹത്തിന് പോകാനായിട്ട് ട്രെയിനല്ലേ 5:15 അതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ അവിടെ നിന്ന് ഇതുവരെ വന്ന് ഏറ്റവും വലിയൊരു പുണ്യമായി ഞങ്ങൾ കണക്കൂട്ടുന്നു കേട്ടോ.
ഓക്കെ, രണ്ടുപേർക്കും നേടിയ നമ്മുടെ പ്രിയ കുട്ടികളുണ്ട്. അവരെ ഞങ്ങൾ ഈ ഒരു ഇതിലോട്ട് ക്ഷണിക്കുകയാണ്. അമൽ അനുവിനെയാണ് ക്ഷണിക്കുന്നത്. മാഡം ഒരു ആദരവ് നൽകണം. അനുവിനെയാണ് ക്ഷണിക്കുന്നത്. മാഡം വേണ്ട, ഇനി നിങ്ങൾ ഈ ഒരു ടോക്കൺ ഞങ്ങൾ ഡിസംബർ വരെ കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകും. ആ പുതിയത് എടുക്കണമെങ്കിൽ അടയ്ക്കണം, അത്രേ ഉള്ളൂ. പുതിയ ടോക്കൺ ഇനി വേറെ നമ്പർ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കണം.